നമ്മൾ ഞാനൊരു അടുത്ത വ്ളോഗ് എടുക്കുവാണ്. നമ്മൾ മാങ്ങ ഒരു ദിവസം കഴുകി ഉണങ്ങി തുടച്ചെടുത്തിട്ട് അരിഞ്ഞതാണ്. അതൊന്ന് ഒരു ദിവസം 2 മണിക്കൂർ വെയിൽ കൊണ്ടിട്ട് വെച്ചതാണ്. നമുക്കൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമുക്കൊന്ന് മാങ്ങ ഇടാം. അപ്പോൾ അതിന് വേണ്ടത് ഇതിനകത്ത് പെരിഞ്ചീരകം, ഹൈമോദകം, ഇത് രണ്ടും കൂടെ വറക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉലുവ, ജീരകം, കടുക് ഇതും വറുത്ത് നമുക്ക് ചതച്ച് ഇതിനകത്ത് ഇടണം. കൂടാതെ കുറച്ച് വറ്റൽ മുളകും കൂടെ പൊടിച്ച് നമുക്ക് ചേർക്കണം. അതിൻ്റെ കൂടെ നമ്മൾ കടുകെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? നമുക്ക് ആദ്യം മുളക് വറുത്തെടുക്കാം. മുളകൊന്ന് ചൂടായാൽ മതി. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക്, വേറെ മുളകൊന്നുമില്ല, ഇത് തന്നെ. ഇത് കടുകൊന്ന് വറുത്ത് നമുക്ക് ക്രഷ് ചെയ്യാനാണ്. ബാക്കി പെരുംജീരകവും കരിഞ്ജീരകവും വറുത്ത് ഇടാനാണ്. ഇത് പൊടിക്കാൻ. ഇത് അയമോദകവും പെരിഞ്ജീരകവും കരിഞ്ജീരകവും കൂടെ വറുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിലിടാം. പൊടിച്ചതാണ് കടുക്, ഉലുവായും കൂടെ പൊടിച്ചതാണിത്. നമുക്ക് അല്പം കടുകെണ്ണ ചൂടാക്കിയിട്ട് പിന്നെ ഇതും ഈ മുളക് പൊടിച്ചതും കടുകും ഉലുവയും കൂടെ ആദ്യം വഴറ്റാം. നമുക്ക് പൊടിച്ച് വെച്ച മസാല ഇടാം. മുളകും ഉലുവായും കടുകും കൂടെ പൊടിച്ചതാണ്. നമുക്ക് ഇളക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് വറുത്ത് വെച്ചത് നമുക്ക് എണ്ണയിലോട്ടിടാം, കടുകെണ്ണയിലോട്ടിടാം. അത് നല്ലപോലെ വരട്ടിയെടുക്കണം. നല്ലപോലെ ചൂടാക്കി വരട്ടിയെടുക്കണം. വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടിയും ഇടാം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ എരിവുള്ള കുറച്ച് മുളക് പൊടി ഇടാം. ഇത് നല്ലപോലെ മൂപ്പിക്കണം. അതിൻ്റെ പച്ചമണം മാറണം. കായം കൂടെ ഇടാം. അതിൻ്റെ കടുകെണ്ണ മതി. കുറച്ച് മേത്ത് ഉപ്പിടാം. ഓൾറെഡി മാങ്ങയിൽ ഉപ്പുണ്ട്, എന്നാലും നമുക്ക് കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ നമുക്ക് മാങ്ങ എടുക്കാം. നമുക്ക് മാങ്ങ ഇടാം. കുറച്ച് മഞ്ഞൾ. അപ്പോൾ നമ്മൾ കുറച്ച് കടുകെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. മസ്റ്റേർഡ് ഓയിലാണ്. അപ്പോൾ എൻ്റെ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇത് കണ്ട. ഇനി ഇത് ഇരുന്ന് പഴകണം. അപ്പോഴത്തേന് റെഡിയാകും.